ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. അപ്പോൾ ഇന്ന് വിഷു ദിവസം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി. അമ്മ പിന്നെ വന്നില്ല, ഹരിയേട്ടൻ പിന്നെ ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഹരിയേട്ടനും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലെ കുട്ടി ഫ്രണ്ട്സിനായിട്ടാണ് പോയത്. കുട്ടി ഫ്രണ്ട്സ് പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടികളാണ്. ഞാൻ ഓരോരുത്തരെയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി ഇന്നത്തെ ബാക്കി കാര്യങ്ങളും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിഷു പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ ഞങ്ങൾക്ക് വിഷു ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കണി വെക്കലും അങ്ങനത്തെ കാര്യങ്ങളും പടക്കം പൊട്ടിക്കലൊന്നും ഈ തവണ ഇല്ല. കാരണം ഹരിയേട്ടൻ്റെ അച്ഛൻ ഈ കഴിഞ്ഞ ലാസ്റ്റ് ഇയറാണ് ഞങ്ങളെ വിട്ടു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിഷു ഇല്ല. അപ്പോൾ ആകെ 6 months ആയിട്ടേ ഉള്ളൂ. അപ്പം ഇനി ഞങ്ങൾ ചെറിയ രീതിയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങളൊരു കുട്ടി വിഷു ആഘോഷം കാണിച്ചു തരാം. വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞങ്ങൾ അമ്പലത്തിൽ പോയ എത്താറാണ്. അതുപോലെ വിഷുവായിട്ട് ഞങ്ങൾ വലിയ ചിട്ടവട്ടായിട്ടുള്ള സദ്യ ഒന്നുമില്ല. ഒരു കുട്ടി സദ്യയും അതേപോലെ അത് ഞങ്ങൾ കഴിക്കുന്നതും അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി കാണാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാവിലെ എണീച്ചു, കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് ഒരുങ്ങി ഞാനിനി വിളക്കൊക്കെ കത്തിക്കാൻ പോവുകയാണ്. ഹരിയേട്ടൻ്റെ വീട്ടിൽ വന്ന ശേഷമാണ് ഞാൻ അങ്ങനെ ഒരുങ്ങിയൊക്കെ നടക്കാൻ തുടങ്ങിയത്. മെയിനായിട്ട് അതിൻ്റെ റീസൺ ഹരിയേട്ടൻ്റെ അമ്മയാണ്. ഇവിടെ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവലോ അല്ലെങ്കിൽ ഇവരാരെങ്കിലും പിറന്നാളോ ഒക്കെ വരുന്ന സമയത്ത് രാവിലെ നേരത്തെ നീച്ച് കുളിച്ച് നല്ല ഡ്രസ്സപ്പൊക്കെ ചെയ്ത ശേഷം വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കും. അത് കാണുമ്പോൾ എനിക്ക് നല്ല പോസിറ്റീവ് ഫീലാണ് തോന്നാറ്. അപ്പം ഞാനും വിചാരിക്കാറുണ്ട് ഈ ഒരു കാര്യം എനിക്കും ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. വിഷൊന്നും ഇല്ലാത്ത അവസരത്തിലാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. തലേ ദിവസം തന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് കുട്ടികളുണ്ട്. അതായത് അല്ലു, കുഞ്ഞാറ്റ, അതേപോലെ ലേഖേച്ചിൻ്റെ 2 മക്കൾ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതിന് ശേഷം അമ്പലത്തിലേക്ക് ഇറങ്ങി. ഇനി അമ്പലത്തിലെ ഓരോ വിശേഷങ്ങൾ കാണാം. ഇതാണ് ഞങ്ങളെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ലേഖേച്ചി ശ്രീധേട്ടൻ്റെയും മോള്. പേരെന്താ പറയ്? താള് ആളെ പേര് പറയ്. മറ്റൊരവസരത്തിൽ ലേഖേച്ചിനും ശ്രീധേട്ടനെയൊക്കെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഇവരാണ് ഞങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഫസ്റ്റ് ഒരു ആക്സസ് കിട്ടുന്ന 2 വീട്ടുകാർ. അതായത് ഞങ്ങളെ ബാക്കിൽ അജിതേച്ചിയും അതേപോലെ മുന്നിൽ ശ്രീധേട്ടനും. ഇത് ഇളകുമോ? ഞങ്ങളെ ശ്രീധേട്ടൻ ഞങ്ങളവിടെ ഇറക്കി തന്നതാണ്. അപ്പോൾ ഇനി അല്ലുവിനെയും കുഞ്ഞാറ്റേനെയും കൂടി കൂട്ടണം. അപ്പോൾ ഊര് വരാൻ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ 3 പേരും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അടുത്തുള്ള ആൾക്കാരെ കൂടെ മിങ്കിൾ ചെയ്യാനും സംസാരിച്ചിരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളാനൊക്കെ. അങ്ങനെ അല്ലും കുഞ്ഞാറ്റിയും വന്നു. ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലേക്ക് പോവുകയായി. ഈ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ട്. ആ ആൾ മിസ്സിങ് ആണ്. കാരണം ആൾക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് മിന്നു എന്നാണ് പേര്. ഇവിടെ വന്ന ശേഷം ഞാനും ഹരിയേട്ടനും ഏറ്റവും കൂടുതൽ പോയ അമ്പലമാണ് ഈ അമ്പലം. അത് നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ്. മതിലകം എന്നാണ് പേര്. ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഇങ്ങോട്ട്. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി നടന്ന് സംസാരിച്ചൊക്കെ വന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ പിന്നെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ ശേഷം നടന്ന ക്ഷീണമൊക്കെ തീർത്ത ശേഷമാണ് അമ്പലത്തിൽ നിന്ന് പോകുന്നത്. ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി ഈ കുളം കാണാനായിട്ട് ഞങ്ങളൊരു ഡൈവേർഷൻ എടുത്തിട്ടാണ് വന്നത്. കാരണം എപ്പോഴും ഈ വഴിക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ കുളം കാണുമ്പോൾ ആരായാലും ഒന്ന് നോക്കിപ്പോവും. നല്ല ക്ലിയറായിട്ടുള്ള നല്ല അടിത്തട്ട് വരെ കണ്ടുകൊണ്ടുള്ള നല്ലൊരു കുളമാണ്. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഡള്ളായിപ്പോയി. കുളമൊക്കെ കണ്ട ശേഷം ഞങ്ങൾ തിരിച്ചാടി പാടി വരികയാണ്. പിന്നെ വരുന്ന വഴി ഞങ്ങൾ അല്ലുവിൻ്റെയും കുഞ്ഞാറ്റേൻ്റെയും വീട്ടിൽ കയറിയിരുന്നു. അപ്പോൾ ശ്രീധേട്ടനാണ് ഞങ്ങളെ കൂട്ടാൻ വന്നത്. ഇതാണ് അനൈൻ്റെയും നിയേൻ്റെയും അച്ഛൻ ശ്രീധേട്ടൻ. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നു. അപ്പോൾ അതിന് ശേഷം ഞാനിതാ വീട്ടിലത്തെ ഓരോ കാര്യങ്ങൾ നോക്കുകയാണ്. ഇനി വീട്ടിലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങാം, നല്ല തീരുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ചായ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്
ദോശയും സാമ്പാറും. ഓൾറെഡി സാമ്പാർ വെക്കുന്നതുകൊണ്ട് ഇപ്പോൾ ദോശ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ദോശയും സാമ്പാറുമാണ് ഇന്നത്തെ മെനു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാം ആദ്യം കേട്ടോ. അപ്പോൾ പണി തുടങ്ങല്ലേ. അപ്പോൾ ദോശക്കൂട്ടുക, ദോശ ഉണ്ടാക്കാം. അതിന് ശേഷം സാമ്പാറിനൊക്കെ ഓരോന്ന് അരിഞ്ഞു തുടങ്ങട്ടെ. രാവിലെയും ഉച്ചയ്ക്കും സാമ്പാറായതുകൊണ്ട് അപ്പോൾ അത് കുറച്ച് കൂടുതൽ വെക്കാൻ വിചാരിക്കുന്നുണ്ട്. നാളെ പിന്നെ ഞങ്ങളിവിടെ ഉണ്ടാവില്ല, അപ്പോൾ ഒരു ദിവസത്തിനേ വെക്കുള്ളൂ. ചായ ഇതാ തിളക്കി കൂട്ട് റെഡി. അപ്പോൾ ചായ കൂട്ടട്ടെ. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം വേവുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ വേഗം കുക്കറിൽ അടിച്ചെടുക്കും. പിന്നെ വേവ് കുറഞ്ഞത് ഞാൻ വേറെ തന്നെ വേവിക്കുക. പുളി രസത്തിനും പുളിയിഞ്ചിക്കും സാമ്പാറിനും സെപ്പറേറ്റ് എടുത്ത് വെച്ചതാണ്. ഇന്ന് ഞാൻ സാമ്പാറിൽ ഇരുമ്പിപ്പുളിയും കൂടി ഇടുന്നുണ്ട്. ഇന്നലെ ശ്രീതേട്ടൻ കൊണ്ട് തന്നതാണ്. അപ്പോൾ പരീക്ഷണാടിസ്ഥാനം ഇട്ട് നോക്കിയതാണ്. എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല, നോക്കട്ടെ. ഇനി അമ്മേൻ്റെ നാമജപ വിഷ്വൽസ് കണ്ടോളൂ. കണ്ണ കണ്ണ ഓടിവാ ഉണ്ണി കണ്ണ ഓടിവാ ഓടക്കുഴലിൽ പാടിവാ ഉണ്ണിക്കാൽ കൊണ്ടോടിവാ കണ്ണ കണ്ണ ഓടിവാ ഉണ്ണിക്കണ്ണ ഓടിവാ ഓടക്കുഴലിൽ പാടിവാ ഉണ്ണിക്കാൽ കൊണ്ടോടിവാ ആടും മയിലും പീലിയും ആനന്ദമായി ഗോപിയും അല്ലലകറ്റും ചില്ലയും അഞ്ജനമെഴുതിയ കണ്ണുമായി കണ്ണ കണ്ണ ഓടിവാ ഉണ്ണിക്കണ്ണ ഓടിവാ ഓടക്കുഴലിൽ പാടിവാ. ഇനി കുക്കിംഗ് യജ്ഞം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി സാമ്പാറിനുള്ള അരപ്പ് റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയുള്ള തേങ്ങ വറുത്തെടുക്കുകയാണ്. കുറച്ചാണെങ്കിലും എല്ലാ കറികളും ഉണ്ടാക്കണം എന്നാണ് എൻ്റെ പ്ലാന്. അജിതേച്ചി ഞങ്ങളെ ഇന്ന് അങ്ങോട്ട് ക്ഷണിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ അച്ഛന് ഫുഡ് വെച്ചെടുക്കാമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്യാൻ വിചാരിച്ചു. അജിതേച്ചിയും അല്ലും കുഞ്ഞാറ്റിയും കൊണ്ടുത്തന്ന അപ്പാണത്. ഞങ്ങൾ ഈ തവണ വിഷു കണിയൊന്നും വെക്കാത്തതുകൊണ്ട് ഒരു കൊണ്ടുത്തന്നതാണ്. നല്ല രസമായിരുന്നു. സാമ്പാർ പ്രിപ്പറേഷൻ ഏകദേശം കഴിയാറായി. പുളി പാർന്നു, അതേപോലെ തേങ്ങ വറുത്ത് കോരി. ഇനി അതൊന്ന് അരച്ച് ചേർത്താൽ മതി. പിന്നെ ഉർവശി അച്ചുവിൻ്റെ അമ്മയിൽ പറഞ്ഞ പോലെ ജസ്റ്റ് കടുക് വറ, ജസ്റ്റ് ക്ലോസ് ഇറ്റ്, ഓൾ സെറ്റ്. എനിക്ക് പണ്ട് ഈ കുക്കിംഗ് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു. മഞ്ജുവിനാണ് ഈ കാര്യം ഭയങ്കര ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓളുണ്ടാക്കുന്ന സാധനം ഇങ്ങനെ കഴിച്ചിരിക്കല്ലാതെ ഒരു സാധനം പരീക്ഷിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ക്ലീനിങ്ങിൻ്റെ ആളാണ്. ക്ലീൻ ചെയ്യുക, ബ്രൂം ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എനിക്കെപ്പോഴും തോന്നലുണ്ട് കുക്കിംഗ് എപ്പോഴും ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വർക്കാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു കാര്യത്തിനോട് ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ കണ്ടമാന സാധനത്തിൽ എൻഗേജ് ആവാതെ നമ്മൾ ചെയ്യുന്ന കാര്യം കുറച്ചുകൂടെ ഒരു ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ ആ കാര്യത്തിനോട് ഇഷ്ടം വരുന്നു. എനിക്ക് ആഫ്റ്റർ മാരേജാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഒരുപാട് നേരം കുക്കിംഗ് പറഞ്ഞിട്ട് സ്പെൻഡ് ചെയ്യണതും എനിക്കിപ്പോഴും ഇഷ്ടമല്ല കേട്ടോ. രാവിലത്തെ ദോശ ചുടുക കേട്ടോ. പിന്നെ ദോശ ചുടൽ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ അരി ഭക്ഷണം അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഞാൻ ചെന വേവിച്ച് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ സാലഡായിട്ട് കഴിക്കും. അതിനുള്ള പ്രിപ്പറേഷനാണ് ഇതാ ഇവിടെ. കുറച്ച് കുക്കുംബറും കുറച്ച് ക്യാരറ്റും കുറച്ച് ഓണിയനും ഒക്കെ ആഡ് ചെയ്ത്, കുറച്ച് ലെമൺ ജ്യൂസൊക്കെ ആഡ് ചെയ്ത് അത് നല്ല രീതിയിൽ കഴിക്കും. കുറച്ച് വെയിറ്റ് ഒന്ന് കൂടിപ്പോയി, അപ്പോൾ അതൊന്ന് റെഡ്യൂസ് ചെയ്യാമെന്നുള്ള പ്ലാനിലാണ്. എന്നും ഈ സാലഡ് തന്നെയല്ല കേട്ടോ, കുറച്ചേരം മുത്താറിയായിട്ടും ചെറുപയറിൻ്റെ ദോശയായിട്ടൊക്കെ മാറി മാറി കഴിക്കും. കൂടുതലും ഈ പൾസസൊക്കെ കുറച്ചുകൂടെ ആഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യതൊക്കെ കഴിക്കാൻ എനിക്ക് മടിയായിരുന്നു, ഇപ്പം എല്ലാം മാറി. അങ്ങനെ അതൊക്കെ കഴിച്ച ശേഷം ഉച്ചക്കത്തെ പണി നോക്കുകയാണ്. ഉപ്പേരിക്ക് ഞങ്ങൾക്ക് ക്യാബേജാണ് എടുത്തത്. അതിൻ്റെ ഇടയിൽ ചോറ് വെക്കണ പണിയും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ റൈസ് കുക്കറിലാണ് ഞാൻ വെക്കാറ്. കുറച്ച് കൂടുതൽ ചോറ് വേണമെങ്കിൽ റൈസ് കുക്കറിൽ വെക്കും, അല്ലെങ്കിൽ പിന്നെ കുക്കറിൽ വെക്കും. മിക്കവാറും കുക്കറിൽ തന്നെയാണ് വെക്കാറ്, കാരണം ഇവിടെ അടുപ്പില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഗ്യാസും റൈസ് കുക്കറും അതേപോലെ ഇൻഡക്ഷനിലൊക്കെയാണ് കൂടുതലും പരിപാടി. ഞാൻ കുറച്ചും കൂടെ വെജ് ഉണ്ടാക്കാൻ പഠിച്ചത് ഇവിടെ വന്നിട്ടാണ്. ഇവിടെ മീൻ, ചിക്കൻ അങ്ങനത്തെയൊക്കെ ഒക്കേഷണലി മാത്രമേ വാങ്ങാറുള്ളൂ.
അതുകൊണ്ട് തന്നെ കൂടുതലും പച്ചക്കറിയാണ് ഇവിടെ കറികളായിട്ടും ഉപ്പേരികളായിട്ടൊക്കെ റൺ ചെയ്ത് പോകുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരേ വിധം ഉണ്ടാക്കാതെ വേറെ വേറെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി നോക്കും ഈ പച്ചക്കറിയിൽ തന്നെ. അതേപോലെ തന്നെയാണ് ഞാൻ ഈ കയ്പ്പ വരെ കഴിക്കാൻ തുടങ്ങിയത്. ഒരു കാര്യം ഒരേ രീതിയിൽ കഴിക്കുമ്പോഴാണ് നമുക്ക് മടുപ്പ് തോന്നുക. അത് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് കറക്റ്റ് മനസ്സിലായത്. കാരണം അമ്മയ്ക്ക് ഇവിടെ കുറേ ടൈപ്പ് റെസിപ്പീസ് ഉണ്ട്. അത് ഇപ്പം ഞാൻ കുറേ പഠിച്ചെടുത്ത്. അതുകൊണ്ട് തന്നെ ഇപ്പം പച്ചക്കറി എനിക്ക് അങ്ങനെ ഒരു വെറുത്ത് പോയ അരി ഒന്നുമില്ല. ഞാൻ മീൻ കഴിച്ചിട്ട് എന്നെ ശീലിച്ചിട്ട് തുടക്കത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നെ ഞാൻ ഭയങ്കര യൂസ്ഡായി. ഇപ്പം എനിക്ക് ഓക്കെയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ഓരോ കുക്കിംഗ് നടക്കുന്നുണ്ട്. അതായത് ഓലനായിട്ടും പുളിയിഞ്ചി, പിന്നെ കൂട്ടുകറി, പിന്നെ അവിയൽ, അതൊക്കെ ആയി ഏകദേശം. പണ്ടൊക്കെ ഞാൻ വിചാരിക്കുന്നു ഈ സദ്യയൊക്കെ ഒരുക്കണവരെ സമ്മതിക്കണം. ഇപ്പം ഞാൻ ഒരുക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു നാക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എന്ത് ഭക്ഷണവും ഉണ്ടാക്കാം. അത് രുചിയായിട്ട് തന്നെ. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ കുറച്ച് അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതിരിക്കാമെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. പക്ഷേ അതും പ്രശ്നമില്ല. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നല്ലേ. അതേപോലെ തന്നെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് അത് യൂസ്ഡ് ആവും. നമുക്ക് സുഖമായിട്ടത് ടാക്കിൾ ചെയ്യാം. അങ്ങനെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാ സദ്യവട്ടങ്ങളൊക്കെ ഒരുങ്ങി. അപ്പം ഞാൻ അതിൻ്റെ കൂടെ പായസം കൂടി റെഡിയാക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴാണ് ഞങ്ങളെ പിന്നുന്നൊരു വിളി. അതായത് അജിതേച്ചിയാണ്. അജിതേച്ചി ചോദിച്ചു, മനു ഞാൻ കുറച്ച് പായസം എടുക്കട്ടെ, പായസം ആയോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പിന്നെ ആക്കാത്തതുകൊണ്ട് പിന്നെ അജിതേച്ചിനോട് വാങ്ങി. ഒരുവിധം സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കാമെന്നുള്ള പ്ലാന് വന്നത് തന്നെ അച്ഛന് വെച്ച് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. അച്ഛനുള്ളതൊക്കെ വെച്ച് കൊടുത്ത ശേഷമാണ് ഞങ്ങൾ കഴിക്കാതിരുന്നത്. പിന്നെ ഞങ്ങൾ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പിയ ശേഷം ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിച്ചു. ഇത്തവണ മറ്റൊരു സങ്കടം എന്താ വെച്ചാൽ ഹരിയേട്ടൻ ഇല്ലാത്തതാണ്. ഹരിയേട്ടനാണ് എന്ത് ഭക്ഷണം ഉണ്ടെങ്കിലും ഭയങ്കര ആസ്വദിച്ച് കഴിക്കാറും. പിന്നെ ഞങ്ങളാണെങ്കിലും 4 കൊല്ലമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങളെല്ലാ വിഷുവിനും ഒന്നിച്ചുണ്ടാവാറുണ്ട്. ഒരു നേരമെങ്കിലും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട്. അതില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു മിസ്സിങ് ആണ്. ഹരിയേട്ടൻ ഡ്യൂട്ടി ആയതുകൊണ്ട് പുറത്ത് പോയിരിക്കുക. പിന്നെ സദ്യയും കൂടി കഴിച്ചപ്പോൾ ഞങ്ങൾ ആകെ മൊത്തം സൈഡായി. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളൊരു കുട്ടി വിഷു ആഘോഷം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു സപ്പോർട്ട്. ഓക്കെ, ബൈ.